ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ജോബ് ഷെഡ്യൂളിംഗ് വിത്ത് ഡെഡ് ലൈൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് KTU MCA തേർഡ് സെമ്മിൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം മൊഡ്യൂൾ 2-ലുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് ജോബ് ഷെഡ്യൂളിംഗ് വിത്ത് ഡെഡ് ലൈൻസ് ഇത് ഗ്രീഡി സ്ട്രാറ്റജീൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം പ്രോബ്ലം എന്താണെന്ന് നോക്കാം, പിന്നെ അതിൻ്റെ അൽഗോരിതം ആൻഡ് എക്സാമ്പിൾസും കൂടി നോക്കാം. സോ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അടുത്ത് കുറച്ച് ജോബ്സ് കാണും. ആൻഡ് ഓരോ ജോബും അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു യൂണിറ്റ് ഓഫ് ടൈമാണ് ആവശ്യമുള്ളത്. ആൻഡ് ആ ജോബിൻ്റെ കൂടെ തന്നെ ആ ഒരു ജോബ് എത്ര സ്ലോട്ട്സ് വെച്ച് കംപ്ലീറ്റ് ആക്കണം എന്നിട്ടുള്ള ഒരു ഡെഡ് ലൈനും കൂടി കാണും. ആൻഡ് ഓരോ ജോബിൻ്റെ പ്രോഫിറ്റും കൂടി കാണും. It is a scheduling problem where each job requires 1 unit of time and has a deadline and a profit associated with it. ഇതിൽ നമ്മളുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിലുള്ള ജോബ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഈച്ച് സെലക്റ്റഡ് ജോബ് ഇസ് കംപ്ലീറ്റഡ് ഓൺ ഓർ ബിഫോർ ഇറ്റ്സ് ഡെഡ് ലൈൻ. നമ്മൾ സെലക്ട് ചെയ്ത ഓരോ ജോബ്സും അതിൻ്റെ ഡെഡ് ലൈൻ ഏതാണോ കൊടുത്തേക്കുന്നത് ആ ഡെഡ് ലൈൻ ഓൺ ഓർ ബിഫോർ ദ ഡെഡ് ലൈൻ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആക്കണം. പിന്നെ 2 ജോബിന് സെയിം സ്ലോട്ട് ഓക്യുപ്പൈ ചെയ്യാൻ പാടില്ല. ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമൈസ്ഡ് ആയിരിക്കണം. ഇതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം നോക്കുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് അൽഗോരിതം നോക്കാം. ഒന്ന് റിവേഴ്സ് ഓർഡറിൽ പോവാം. ബിക്കോസ് എക്സാമ്പിൾ നോക്കിയിട്ട് അൽഗോരിതം നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് അൽഗോരിതം മനസ്സിലാവും. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ നോക്കാം. ജോബ്സ് ഉള്ളത് ABCD ആണ്. മൊത്തം 4 ജോബാണ് ഉള്ളത്. ജോബ്സിൻ്റെ നെയിം AB ആൻഡ് CD. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ABCD എടുക്കാം, അല്ലെങ്കിൽ J1 J2 J3 അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ജോബ്സ് 4 ജോബുണ്ട് ABCD. പിന്നെ ഓരോ ജോബിനും ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എയ്ക്കാണെങ്കിൽ ഡെഡ് ലൈൻ 2 ആണ്, ബിക്ക് ഡെഡ് ലൈൻ 1, സിക്ക് ഡെഡ് ലൈൻ 2, ഡിക്ക് ഡെഡ് ലൈൻ 1. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ എയ്ക്ക് 100, ബിക്ക് 19, സിക്ക് 27 ആൻഡ് ഡിക്ക് 25. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ജോബ്സിനെ പ്രോഫിറ്റ് വെച്ചിട്ട് സോർട്ട് ചെയ്യണം. ഏതാണോ ഹയസ്റ്റ് പ്രോഫിറ്റ് ഏതാണോ അത് ആദ്യം വരുന്നത് പോലെ, ലൈക്ക് പ്രോഫിറ്റിനെ ഡിക്രീസിങ് ഓർഡറിൽ വെച്ചിട്ട് ഈ ജോബ്സിനെ നമ്മൾ സോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ പ്രോഫിറ്റ് ഏറ്റവും ഹൈ ആയിട്ടുള്ളത് എയ്ക്കാണ്. അപ്പോൾ ആദ്യം A, അത് കഴിഞ്ഞിട്ട് C ആണ്, C 27. അപ്പോൾ A കഴിഞ്ഞിട്ട് C, അത് കഴിഞ്ഞിട്ട് D, അത് കഴിഞ്ഞിട്ട് B. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ജോബ്സിനെ സോർട്ട് ചെയ്യണം ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രോഫിറ്റിൽ ജോബ്സിനെ സോർട്ട് ചെയ്യണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മാക്സിമം ഡെഡ് ലൈൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഡെഡ് ലൈൻസിൽ 2 ഉണ്ട് 1 ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മാക്സിമം ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ കൂടെ എന്ന് ഒരു ജോബുണ്ട്, അതിൻ്റെ ഡെഡ് ലൈൻ 3 ആണെന്ന് വയ്ക്കാം, അതിൻ്റെ പ്രോഫിറ്റ് ഒരു 70 ആണെന്ന് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 2 1 3 അല്ലേ, അപ്പോൾ ഇതിൽ മാക്സിമം ഡെഡ് ലൈൻ 3 ആണ്. അപ്പോൾ കൊടുത്തിട്ടുള്ള ഇതിൽ മാക്സിമം ഡെഡ് ലൈൻ ഏതാണോ അത് കണ്ടുപിടിക്കണം. ഇപ്പോൾ 4 എടുത്തേക്കുന്നത് ABCD. 2 1 2 1 ആണ് ഇതിൻ്റെ ഡെഡ് ലൈൻസ്. അപ്പോൾ 2 1 കമ്പയർ ചെയ്യുമ്പോൾ 2 ആണ് ലാർജസ്റ്റ്. അപ്പോൾ മാക്സിമം ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 2 ആണ്. അത് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കണം. മാക്സിമം ഡെഡ് ലൈൻ 2 ആയതുകൊണ്ട് നമുക്ക് 2 സ്ലോട്ട്സ് കിട്ടും. ഒന്ന് ഫസ്റ്റ് സ്ലോട്ട്, പിന്നെ സെക്കൻഡ് സ്ലോട്ട്. ഇതിന് നമുക്ക് ഇങ്ങനെ റേഞ്ച് വെച്ചിട്ടും പറയാം. 0 to 1 ഒരു സ്ലോട്ട്, പിന്നെ 1 to 2 വേറൊരു സ്ലോട്ട്, ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഡെഡ് ലൈൻ കണ്ടുപിടിക്കണം. എന്നിട്ട് മാക്സിമം ഡെഡ് ലൈൻ എത്രയാണോ അത്രയും സ്ലോട്ട്സ് നമുക്ക് കാണും. അപ്പോൾ ക്രിയേറ്റ് ദ സ്ലോട്ട്സ് 1 and 2 നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോബ്സിന് സ്കെഡ്യൂൾ ചെയ്യാനാണ്. നമ്മുടെ പ്രോബ്ലം സ്കെഡ്യൂൾ ചെയ്യാനാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച ഓർഡറിൽ തന്നെ എടുക്കാം. ഫസ്റ്റ് വൺ A ആണ്, അതിൻ്റെ പ്രോഫിറ്റാണ് 100. അപ്പോൾ A എടുത്തു. Aയുടെ ഡെഡ് ലൈൻ എത്രയാണ്? Aയുടെ ഡെഡ് ലൈൻ 2 ആണ്. ഇപ്പോൾ Aയുടെ ഡെഡ് ലൈൻ 2 ആണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്ലോട്ട് 2 ഫ്രീ ആണോ ഇല്ലയോ എന്നാണ്. ആ സ്ലോട്ട് ഫ്രീ ആണെങ്കിൽ സെക്കൻഡ് സ്ലോട്ടിൽ തന്നെ Aനെ വെക്കാം. അത് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ 2 - 1 നോക്കണം. 2 - 1 1 ആണ്. 1 ഫ്രീ ആണോ എന്ന് നോക്കണം. 1 ഫ്രീ ആണെങ്കിൽ അതിൽ വെക്കാം. അത് ഫ്രീ അല്ല എങ്കിൽ നമുക്ക് ആ ജോബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ Aയുടെ ഡെഡ് ലൈൻ 2 ആണ്. നമുക്കുള്ള സ്ലോട്ട്സ് ആണെങ്കിൽ 1 and 2 ആണ് നമ്മളുടെ സ്ലോട്ട്സ്. ഇനീഷ്യലി എല്ലാ സ്ലോട്ട്സും എംറ്റി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ 2ഉം എംറ്റി ആണ്, 1ഉം എംറ്റി ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്ലോട്ടിൽ Aനെ വെക്കാം. അപ്പോൾ സ്ലോട്ട് 1 എംറ്റി, സ്ലോട്ട് 2ൽ നമ്മൾ Aനെ വെച്ചു. ഇതെപ്പോഴും അതിൻ്റെ മാക്സിമം ഡെഡ് ലൈൻ ഏതാണോ അവിടെയാണ് നമ്മൾ വെക്കാൻ നോക്കേണ്ടത്. അത് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുന്നിലുള്ള സ്ലോട്ട്സിൽ വെക്കാം. അപ്പോൾ
ജോബ് എനെ സെക്കൻഡ് സ്ലോട്ടിൽ വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഓർഡറിലുള്ളത് സി ആണ്. സി 27 ആണ്. സിക്കും ഡെഡ് ലൈൻ 2 ആണ്. അപ്പോൾ സ്ലോട്ട് 2 ഓൾറെഡി നമ്മൾ എ വെച്ചു. സ്ലോട്ട് 2ൽ ഇനി വെക്കാൻ പറ്റൂല, ബിക്കോസ് ഒരു സ്ലോട്ടിൽ ഒരു ജോബ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ലോട്ട് 2 ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ 2 - 1 നോക്കണം. 2 - 1 = 1. ഫസ്റ്റ് സ്ലോട്ട് എം ടി അല്ലേ, അപ്പോൾ സീനെ എടുത്ത് നമുക്ക് സ്ലോട്ട് 1ൽ വെക്കാം. സ്ലോട്ട് 2 is already filled. നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ 2 - 1 = 1. സോ 1 is empty. എം ടി ആണ്. അപ്പോൾ 1ൽ സീനെ വെച്ചു. അപ്പോൾ സ്ലോട്ട് 1ൽ സി വെച്ചു, സ്ലോട്ട് 2ൽ എ വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ജോബ് ഡി ആണ്. ഡിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അപ്പോൾ 25 അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് വരുന്നത് 1 ആണ്. അപ്പോൾ സ്ലോട്ട് 1 നോക്കണം. സ്ലോട്ട് 1 ഓൾറെഡി ഫില്ലായി. നമുക്ക് ഉള്ളത് ഈ 2 സ്ലോട്ടാണ്, 1 and 2 മാത്രമാണ് ഉള്ളത്. 1ഉം ഫില്ലായി, 2ഉം ഫില്ലായി. സോ ജോബ് ഡി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അതിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജോബ് ബി ഉണ്ട്. ബിയുടെ ഡെഡ് ലൈന് 1 ആണ്. 1 ഓൾറെഡി ഫിൽഡ് ആണ്. സോ അത് നമുക്ക് വയ്ക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളിപ്പോൾ സ്കെഡ്യൂൾ ചെയ്തതിൽ സ്ലോട്ട് 1ൽ സി, സ്ലോട്ട് 2ൽ എ. അപ്പോൾ ആദ്യം സി ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എ കംപ്ലീറ്റ് ആക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് സിക്ക് പ്രോഫിറ്റ് 27 ആണ്, എക്ക് പ്രോഫിറ്റ് 100 ആണ്. അപ്പോൾ 27 + 100 = 127. അപ്പോൾ ഈ ഒരു ഇത് സ്കെഡ്യൂൾ ചെയ്തതിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് 127 ആണ് കിട്ടുന്നത്. അതിൻ്റെ സീക്വൻസ് ഓർഡർ സി ആൻഡ് എ ആണ്. പിന്നെ ഇത് രണ്ടിനും ഇപ്പോൾ ഡെഡ് ലൈന് സെയിം ആണ്. ഇത് രണ്ടിനും ഡെഡ് ലൈന് 2 ആണ്. സിക്കും ഡെഡ് ലൈൻ 2 ആണ്, എക്കും ഡെഡ് ലൈൻ 2 ആണ്. അപ്പോൾ നമുക്ക് സി എ ഈ ഒരു ഓർഡറിലും ചെയ്യാം, അല്ലെങ്കിൽ എ കഴിഞ്ഞിട്ട് സി ആ ഒരു ഓർഡറിലും ചെയ്യാം. സപ്പോസ് ഇപ്പോൾ സിക്ക് ഡെഡ് ലൈൻ 2 ആൻഡ് എക്ക് ഡെഡ് ലൈൻ 1 ആണെന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റൂല, ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഈ രണ്ടിനും സെയിം ഡെഡ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ടേബിളിലും വരയ്ക്കാൻ പറ്റും. ടേബിളിൽ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് ഏതാണോ ഓക്കെ അങ്ങനെ ചെയ്യാം. ടേബിളിലാണെങ്കിൽ ജോബ് കൺസിഡർ, സ്ലോട്ട് അസൈൻഡ്, സൊല്യൂഷൻ, പ്രോഫിറ്റ്, സ്റ്റാറ്റസ്. ഇതിന് മുന്നേ ഉള്ള സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പ് 2 വരെ സെയിം ആണ്. സ്റ്റെപ്പ് 3ൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിളായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ജോബ് കൺസിഡറിൽ നമ്മൾ ആ ഒരു ഓർഡർ നമ്മൾ എങ്ങനെയാണോ സോർട്ട് ചെയ്തത് ആ ഒരു ഓർഡറിൽ തന്നെ എടുക്കണം. അപ്പോൾ ആദ്യം എ ഉണ്ട്. എ നമ്മൾ സ്ലോട്ട് 2ലാണ് അസൈൻ ചെയ്തത്. സൊല്യൂഷനിൽ നമുക്കിപ്പോൾ എ മാത്രമാണുള്ളത്. എയുടെ പ്രോഫിറ്റ് 100 ആണ്, സ്റ്റാറ്റസ് സെലക്റ്റഡ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് സി ആണ്. സിക്ക് ഡെഡ് ലൈൻ 2 ആണ്, ബട്ട് സ്ലോട്ട് 2 ഓൾറെഡി ഫിൽഡ്. സോ നമ്മൾ സ്ലോട്ട് 1ൽ വെച്ചു. സ്ലോട്ട് 1 എം ടി ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ സൊല്യൂഷനിൽ എ സി രണ്ടും വന്നു. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 + 27 ആണ്, സ്റ്റാറ്റസ് സെലക്റ്റഡ്. ഈ 100 എയുടെ പ്രോഫിറ്റ് ആണ്, 27 സിയുടെ പ്രോഫിറ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഡി വയ്ക്കാൻ ഡിയുടെ ഡെഡ് ലൈൻ 1 ആയിരുന്നു, ബട്ട് 1 ഫ്രീ അല്ല. അപ്പോൾ നമുക്കിതിനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സൊല്യൂഷനിൽ എ ആൻഡ് സി മാത്രമാണ് ഉള്ളത്. പ്രോഫിറ്റ് 100 + 27, സ്റ്റാറ്റസ് റിജക്റ്റഡ്. അതേപോലെ ബിക്കും ഡെഡ് ലൈൻ 1 ആണ്, ബട്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ല, സ്ലോട്ട്സ് ഫിൽഡ് ആയി. അപ്പോൾ സൊല്യൂഷനിൽ എ സി, പ്രോഫിറ്റ് 100 + 27, സ്റ്റാറ്റസ് റിജക്റ്റഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രോബ്ലം. ഇനി ഇതിൻ്റെ അൽഗോറിതം നോക്കാം. ഓക്കെ, ഇതിൻ്റെ അൽഗോറിതം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ജോബ്സിന് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡർ വെച്ചിട്ട് സോർട്ട് ചെയ്യണം. സോർട്ട് ഓൾ ദി ജോബ്സ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രോഫിറ്റ്. ഇനി സെക്കൻഡ് വണ്ണ് മാക്സിമം ഡെഡ് ലൈൻ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. മാക്സിമം ഡെഡ് ലൈൻ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ മാക്സിമം ഡെഡ് ലൈൻ 2 ആണെങ്കിൽ 2 സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുക. മാക്സിമം ഡെഡ് ലൈൻ 3 ആണെങ്കിൽ 3 സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുക. 4 ആണെങ്കിൽ 4 സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇനീഷ്യലി എല്ലാ സ്ലോട്ട്സും എം ടി ആണ്. സ്ലോട്ട് 1 = empty, സ്ലോട്ട് 2 = empty, 3 = empty. ഇങ്ങനെ എത്ര സ്ലോട്ട്സ് ഉണ്ടോ അതെല്ലാം ഇനീഷ്യലി നമ്മൾ എം ടി ആക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഓരോ ജോബിനും സോർട്ടഡ് ഓർഡറിലുള്ള ഓരോ ജോബിനെയും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡെഡ് ലൈൻ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ജോബ് സെലക്ട് ചെയ്തു, അതിൻ്റെ ഡെഡ് ലൈൻ 2 ആണെങ്കിൽ ആദ്യം സ്ലോട്ട് 2 ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഫ്രീ അല്ല എങ്കിൽ 2 - 1 നോക്കാം. ഇപ്പോൾ 3 ആണ്, ഒരു ജോബിൻ്റെ ഡെഡ് ലൈൻ 3 ആണെങ്കിൽ സ്ലോട്ട് 3 ഫ്രീ ആണോ എന്ന് നോക്കണം. ഫ്രീ അല്ല എങ്കിൽ 3 - 1 ചെയ്യണം, which is equal to 2. അത് ഫ്രീ ആണോ എന്ന് നോക്കണം. അത് ഫ്രീ അല്ല എങ്കിൽ 2 - 1 ചെയ്യാം. 2 - 1 ഫ്രീ അല്ല എങ്കിൽ നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1 to മാക്സിമം ഡെഡ് ലൈൻ ഏതാണോ അത്ര സ്ലോട്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ലോട്ട് കണ്ടുപിടിക്കണം. ഇനി ആ ഒരു സ്ലോട്ട് എം ടി ആണെങ്കിൽ ആ ജോബിനെ ആ ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. എം ടി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് ലൊക്കേഷൻ നോക്കി പോകണം ഡിക്രീസിങ് ഓർഡറിൽ. ലൈക്ക് ഇപ്പോൾ ആദ്യം 3 ആണെങ്കിൽ നെക്സ്റ്റ് നോക്കേണ്ടത് ലൊക്കേഷൻ 2 ആണ്, സ്ലോട്ട് 2. അത് കഴിഞ്ഞിട്ട് സ്ലോട്ട് 1 ആണ് നോക്കേണ്ടത്. സ്ലോട്ട് 1 വരെ ഫ്രീ അല്ല എങ്കിൽ നമുക്ക് ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം.
ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ലോട്ട്സ് ഏത് ഓർഡറിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിനെ അങ്ങ് കൊടുക്കുക. ഇതാണ് സീക്വൻസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് പറയുക. ഇത്രയേ ഉള്ളൂ ജോബ് സ്കെഡ്യൂളിംഗ് വിത്ത് ഡെഡ് ലൈൻസിൻ്റെ അൽഗോരിതം. ഇനി ഒരു 2 പ്രോബ്ലം കൂടി സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ 5 ജോബ്സാണ് ഉള്ളത്. n=5. ജോബ്സിൽ ABCDE ഉണ്ട്. ഡെഡ് ലൈൻ 22133, പ്രോഫിറ്റ് 20, 15, 10, 5 and 1. ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും എഴുതാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് വെച്ചിട്ട് ജോബ്സിനെ ഡിക്രീസിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് എക്കാണുള്ളത്. അപ്പോൾ എ എടുത്തു. എ പ്രോഫിറ്റ് 20 ആണ്. അത് കഴിഞ്ഞിട്ട് ബി പ്രോഫിറ്റ് 15. ചിലപ്പോൾ ഇങ്ങനെ സോർട്ടഡ് ഓർഡറിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ മിക്സഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യണം. ദെൻ സി അതിൻ്റെ ഇത് 10 ആണ്. ദെൻ ഡി അതിൻ്റെ പ്രോഫിറ്റ് 5 ആൻഡ് ഇ അതിൻ്റെ പ്രോഫിറ്റ് 1. ഓക്കെ, ഇപ്പോൾ നമ്മൾ സോർട്ട് ചെയ്തു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ മാക്സിമം ഡെഡ് ലൈൻ ആണ്. മാക്സ് ഡെഡ് ലൈൻ = 213 ആണുള്ളത്. 3 ആണ് ഇതിൽ മാക്സിമം. അപ്പോൾ മാക്സിമം ഡെഡ് ലൈന് 3 ആക്കി. അപ്പോൾ സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3. ഡെഡ് ലൈൻ എത്രയാണോ അത്രയും സ്ലോട്ട്സ് നമുക്ക് കാണും. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റേഞ്ച് ആയിട്ട് എഴുതാം. 0 to 1 ഒരു സ്ലോട്ട്, 1 to 2 ഒരു സ്ലോട്ട്, 2 to 3 ഒരു സ്ലോട്ട്. ഞാൻ ചുമ്മാ സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3 അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി എല്ലാം എംറ്റി ആയിരിക്കും. എംറ്റി ഇതുവരെയാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനിയാണ് നമ്മൾ ജോബ് സ്കെഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഫസ്റ്റ് ജോബ് എടുക്കണം. ഫസ്റ്റ് ജോബ് എ ആണ്. എയുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ സ്ലോട്ട് 2 എംറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്ലോട്ട് 2 എംറ്റി ആണ്. 0 to 1, 1 to 2, 2 to 3. ഇത് സ്ലോട്ട് 1, ഇത് സ്ലോട്ട് 2, ഇത് സ്ലോട്ട് 3. സ്ലോട്ട് 2 എംറ്റി ആണ്, ഇനീഷ്യലി എംറ്റി ആണ്. അപ്പോൾ നമുക്ക് ആ എനെ സ്ലോട്ട് 2ൽ വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജോബ് നോക്കുന്നു. നെക്സ്റ്റ് ജോബ് ബി ആണ്. ബിയുടെ ഡെഡ് ലൈനും 2 ആണ്. ബട്ട് സ്ലോട്ട് 2 ഓൾറെഡി ഫിൽഡ്. സ്ലോട്ട് 2ൽ ഓൾറെഡി എ ഉണ്ട്. അപ്പോൾ 2 - 1 നോക്കാം. =1. സ്ലോട്ട് 1 എംറ്റി ആണ്. അപ്പോൾ സ്ലോട്ട് 1ൽ ബീനെ വയ്ക്കാം. അപ്പോൾ സ്ലോട്ട് 2ൽ എ വെച്ചു, സ്ലോട്ട് 1ൽ ബീനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് സിയുടെ ഡെഡ് ലൈന് 1 ആണ്. ബട്ട് 1 ഓൾറെഡി ഫിൽഡ്. 1 - 1 0. അത് കഴിഞ്ഞിട്ട് വേറെ സ്ലോട്ടില്ല. അപ്പോൾ ഈ സീനെ നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. സീനെ സ്കിപ്പ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഡി ഉണ്ട്. ഡിയുടെ ഡെഡ് ലൈൻ 3 ആണ്. ഇത് മാറിപ്പോയിട്ടോ. സ്ലോട്ട് 1ൽ ബി ഉണ്ട്, സ്ലോട്ട് 2ൽ എ ഉണ്ട്, സ്ലോട്ട് 3 എംറ്റി ആണ്. ഓക്കെ, ഡിയുടെ ഡെഡ് ലൈന് 3 ആണ്. 3 ഓൾറെഡി എംറ്റി ആണ്. അപ്പോൾ ഡീനെ എടുത്ത് നമുക്ക് 3ൽ വയ്ക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് ഇയുടെ ഡെഡ് ലൈനും 3 ആണ്. ബട്ട് 3ൽ ഓൾറെഡി എലമെൻ്റ് ഉണ്ട്, ഇപ്പോൾ ഡി ഉണ്ട്. അപ്പോൾ ഇനെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഓർഡർ ഇതാണ്: ബി, എ, ഡി. ഇങ്ങനെ ഈ 3 ജോബ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 15 പ്ലസ് എയുടെ പ്രോഫിറ്റ് 20 പ്ലസ് ഡിയുടെ പ്രോഫിറ്റ് 5 =40. ഇതിങ്ങനെ ടേബിളായിട്ട് എഴുതാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയാലും മതി. ഓക്കെ, ഇതിൽ വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതിൽ 7 ജോബ്സാണ് ഉള്ളത്. ഡെഡ് ലൈൻ എന്ന് പറയുമ്പോൾ 3, 4, 4, 2, 3, 1, 2. പിന്നെ പ്രോഫിറ്റ് ഉണ്ട്. ആദ്യം നമ്മൾ സോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് ഓൾറെഡി സോർട്ടഡ് ഓർഡറിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം J1, പിന്നെ J2, J3, J4, J5, J6 ആൻഡ് J7. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാക്സിമം ഡെഡ് ലൈന് കണ്ടുപിടിക്കുന്നതാണ്. ഇതിൽ ഡെഡ് ലൈൻ 3 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഇതിൽ മാക്സിമം 4 ആണ്. അപ്പോൾ മാക്സ് ഡെഡ് ലൈൻ =4. അപ്പോൾ നമുക്ക് സ്ലോട്ട് 1 ഉണ്ട്, സ്ലോട്ട് 2 ഉണ്ട്, സ്ലോട്ട് 3 ഉണ്ട്, സ്ലോട്ട് 4 ഉണ്ട്. ഓക്കെ, ഇനീഷ്യലി എല്ലാം എംറ്റി ആണ്. നമ്മൾ സോർട്ട് ചെയ്തതിൽ ഫസ്റ്റ് ഉള്ളത് J1 ആണ്. J1ൻ്റെ ഡെഡ് ലൈൻ 3 എംറ്റി അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് J1നെ വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് J2 ഉണ്ട്. J2യുടെ ഡെഡ് ലൈൻ 4 ആണ്. 4ഉം എംറ്റി ആണ്. അപ്പോൾ J2നെ 4ൽ വയ്ക്കാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് J3 ആണ്. J3യുടെ ഡെഡ് ലൈന് 4 ആണ്. ബട്ട് 4ൽ ഓൾറെഡി എലമെൻ്റ് ഉണ്ട്. നമുക്ക് 0 to 1, 1 to 2, 2 to 3, 3 to 4. ഇത് സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3 ആൻഡ് സ്ലോട്ട് 4. അപ്പോൾ നമ്മൾ സ്ലോട്ട് 3ലും J1 വെച്ചു, സ്ലോട്ട് 4ൽ J2നെ വെച്ചു. ജോബ് 3ക്കും ഡെഡ് ലൈൻ 4 ആണ്. ബട്ട് 4ൽ ഓൾറെഡി എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ 4 - 1 3 നോക്കണം.
3ലും ഓൾറെഡി എലമെൻ്റ് ഉണ്ട്, വയ്ക്കാൻ പറ്റത്തില്ല. 3 - 1 2 നോക്കണം. 2ൽ എലമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് J3നെ 2ൽ വയ്ക്കാം. J3നെ 2ൽ വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് J4 ആണ്. J4ൻ്റെ ഡെഡ് ലൈൻ 2 ആണ്. ബട്ട് 2 എം ടി അല്ല, 2ൽ ഓൾറെഡി എലമെൻ്റ് ഉണ്ട്. അപ്പോൾ 2 - 1 നോക്കണം. 2 - 1 = 1. 1 എം ടി ആണ്. അപ്പോൾ J4നെ എടുത്ത് 1ൽ വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് J5 ഉണ്ട്. J5ൻ്റെ ഡെഡ് ലൈൻ 3. 3ൽ ഓൾറെഡി എലമെൻ്റ് ഉണ്ട്. പിന്നെ 2ലുണ്ട് 1ലുണ്ട്. അപ്പോൾ J5ന് വയ്ക്കാൻ പറ്റില്ല. J5 സ്കിപ്പ്. J6ൻ്റെ ഡെഡ് ലൈൻ 1 ആണ്. ബട്ട് 1ൽ ഓൾറെഡി എലമെൻ്റ് ഉണ്ട്. അപ്പോൾ J6ഉം സ്കിപ്പ്. ദെൻ J7ൻ്റെ ഡെഡ് ലൈൻ 2 ആണ്. 2ൽ എലമെൻ്റ് ഉണ്ട്, 1ൽ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ J7ഉം സ്കിപ്പ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കുന്നത് ആദ്യം J4 ചെയ്യണം, അത് കഴിഞ്ഞിട്ട് J3 ചെയ്യണം, ദെൻ J1 ചെയ്യണം, ദെൻ J2 ചെയ്യണം. ഇതാണ് അതിൻ്റെ സീക്വൻസ് ഓർഡർ. ഇനി അതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 20 + 25 + 35 + 30 ഇതായിരിക്കും ഇതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. 110 ആണ് ഈ ഒരു സ്കെഡ്യൂളിംഗ് പ്രോബ്ലത്തിൻ്റെ മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്